ഉഴുന്നും തേങ്ങയും ചോറും ഒന്നും ചേർക്കാത്ത ഒരു സോഫ്റ്റ് പഞ്ഞിയപ്പം മണം ഉണ്ടാക്കുന്നത്. ഇതിന് ആദ്യം 1.5 ഗ്ലാസ് പച്ചരി എടുക്കുക. എന്നിട്ട് കഴുകി വൃത്തിയാക്കി 1.5 ഗ്ലാസ് പച്ചരി, എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകി അതിൻ്റെ അഴുക്കെല്ലാം നല്ലപോലെ കളഞ്ഞിട്ട് നല്ല വെള്ളത്തിൽ ചേക്കുക. എന്നിട്ട് ആ വെള്ളം ഒഴിച്ച് തന്നെ അരിച്ചെടുക്കുക. കൂടെ 1 സ്പൂൺ ഉലുവ, അത് നല്ലപോലെ കഴുകിയിട്ടു. എന്നിട്ട് അടച്ചു വയ്ക്കുക. 3-4 മണിക്കൂർ അടച്ചു വെച്ചേക്കുക. എന്നിട്ട് ഈ പഫ്ഡ് റൈസ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിന് 3 കപ്പ് എടുത്ത് അരയ്ക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ ഇട്ടാൽ മതി. വെള്ളം നികക്ക ഒഴിച്ച് വേണം അത് കുതിരാൻ വയ്ക്കാൻ. വെള്ളം നല്ലപോലെ ഒഴിച്ച് വയ്ക്കണം. കഴുകിയെടുക്കണമെങ്കിൽ കഴുകിയെടുക്കാം, അല്ലെങ്കിൽ കഴുകിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇടാം. നല്ല പാക്കറ്റിലൊക്കെ വരുന്നതാണ്, നല്ല വൃത്തിയുള്ളതാണ്, നെല്ലൊന്നും ഇല്ലാത്ത. അതും അടച്ചു വയ്ക്കുക. ഇനി അരി, ഉലുവ അത് രണ്ടും വെള്ളം ഒഴിച്ച് അരയ്ക്കുക. അരച്ച് ഒരു 1/4 പരുവാകുമ്പോൾ നമ്മളെ പഫ്ഡ് റൈസ് അതിടുക. അതും കൂടെ ചേർത്ത് അരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരു 8 മണിക്കൂർ അടച്ച് വയ്ക്കുക. രാത്രി അരച്ചിട്ട് രാവിലെ എടുക്കാം. ഉപ്പിട്ട് വയ്ക്കുക. അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി പിറ്റേ ദിവസം രാവിലെ എടുത്ത് അപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. ദോശക്കല്ല്, ഇരുമ്പ് തവയിൽ എണ്ണ ഒഴിച്ച് 1 തവി മാവ് കോരി ഒഴിച്ചിട്ട് അധികം പരത്തണ്ട, ഇത്തിരി കട്ടിക്ക് ഇരിക്കട്ടെ. എന്നിട്ട് ഈ കുത്തുകൾ വീഴും. ആ കുത്തുകൾ വീഴുന്ന സമയത്ത് നമുക്ക് ഒരടപ്പിട്ട് അടച്ച് ഒരു സൈഡ് മാത്രമേ ചൂടാക്കി എടുക്കണുള്ളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് അപ്പം, നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ്. ഇത് നമുക്ക് ചിക്കൻ കറിയോ പൊട്ടറ്റോ കറിയോ ചമ്മന്തിയോ എന്ത് വേണോ ചേർത്ത് കഴിക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കും. എന്നിട്ട് കമൻറ്റ് ചെയ്യണേ, കൊള്ളാമോ.